ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറന്റ് എനർജി അല്ലെങ്കിൽ അവരുടെ ഒരു കറന്റ് ഫീലിങ്സ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ കമൻസിലായാലും അതുപോലെ വാട്സപ്പിലാണെങ്കിലും കുറച്ച് പേര് എന്നോട് തേർഡ് പാർട്ടി റിമൂവൽ, മാനിഫെസ്റ്റേഷൻസ്, സ്പെല്ലൊക്കെ പറഞ്ഞു തരുമോ അല്ലെങ്കിൽ ടെക്നിക്ക് പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ ഈ സ്പെല്ല്, അഫർമേഷൻ ഒക്കെ ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് പെട്ടെന്ന് തന്നെ സെർച്ച് ചെയ്താൽ കിട്ടും. ചാനലിൽ പെട്ടെന്ന് സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്കത് കിട്ടുന്നതാണ്. ഞാൻ ഓൾറെഡി ലിങ്കും കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിന് മുൻപുള്ള ഒരു വീഡിയോയിൽ. എന്നിട്ട് പിന്നെയും ആളുകൾ ചോദിക്കുന്നുണ്ട്, മേ ബി ന്യൂ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങിയിട്ട് അധികം നാളായിട്ടില്ലല്ലോ ചാനലിൽ, ആകെ 2 മാസമല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ അധികം വീഡിയോസ് ഉണ്ടാവില്ല, ആകെ 60 അത്രയൊക്കെ ഉള്ളൂ വീഡിയോസ്. അപ്പോൾ ഒരു 1 മന്ത് താഴെയുള്ള നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അതിൽ സെർച്ച് ചെയ്താൽ കിട്ടും. ഇനി ഓൾറെഡി ഞാൻ ടെക്നിക്കൽ വീഡിയോസ് ചെയ്തിട്ടില്ല, അത് ഈ വീക്ക് തന്നെ മാക്സിമം നമുക്ക് ഞാൻ ഇടാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ നിങ്ങളുടെ പേഴ്സണെ ഒന്ന് മനസ്സിൽ കൊണ്ടുവരിക, അവരുടെ ഒരു എനർജി കിട്ടട്ടെ ഈ ഒരു റീഡിങ്ങിൽ എന്ന മനസ്സിൽ ഒന്ന് പ്രേ ചെയ്യാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങളുമായിട്ട് ഇത് റെസണേറ്റ് ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ കണ്ടു കഴിഞ്ഞാലും അത് റെസണേറ്റ് ആവും. ഓക്കെ, ഭയങ്കരമായിട്ട് മൂഡ് സ്വിങ്സ് ഉള്ള പേഴ്സൺ ആണ് നിങ്ങളുടേത്. ഇനി നമുക്ക് ഈ ഡെക്കിൽ നിന്നും കൂടി ഒന്ന് എടുത്തു നോക്കാം. ഓക്കെ, അപ്പം നമുക്കിവിടെ കാർഡ്സ് എല്ലാം കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആദ്യത്തെ ഒരു ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് 2 ഓഫ് വൺസ് എനർജിയാണ്. പിന്നീടുള്ളത് പേജ് ഓഫ് സോഡ്സും ആണ്. അപ്പം നമ്മളിതൊന്ന് അറേഞ്ച് ചെയ്തിട്ട് റീഡിങ്ങിലേക്ക് പോവാം. ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു എനർജി അല്ലെങ്കിൽ അവരുടെ ഒരു ഫീലിങ്സ് എന്ന് പറയുമ്പോൾ, ഞാൻ നേരത്തെ ഷഫിൾ ചെയ്യുമ്പോൾ പറഞ്ഞതുപോലെ ഭയങ്കരമായിട്ട് മൂഡ് സ്വിങ്സ് ഉണ്ട് അവർക്ക് ഈ ഒരു സമയത്ത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇപ്പോൾ ഒരു ഡിസിഷൻ എടുത്തു, അല്ലെങ്കിൽ ഇപ്പോൾ അവരുടെ മനസ്സിലൊരു കാര്യം അവർ തീരുമാനം എടുത്തു എന്ന് അവർ തന്നെ വിചാരിച്ചാൽ പോലും ഒരു കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പോൾ ആ തീരുമാനത്തിൽ നിന്ന് അവർ മാറുന്ന ഒരവസ്ഥയാണ് നമുക്കിപ്പോൾ അവരെ കാണാൻ സാധിക്കുന്നത്. പിന്നെ മെയിനായിട്ട് നോക്കുമ്പോൾ അവരുടെ ഒരു ഫീലിംഗ് എന്ന് പറയുമ്പോൾ ഒരു വെയിറ്റിംഗ് എനർജിയിലാണ് അവർ. അതാണ് അവരുടെ ഒരു സ്ഥായിയായ ഭാവം എന്ന് പറയുന്നത്, വെയിറ്റിംഗ് എനർജിയാണ്. പക്ഷേ എങ്കിലും പല തീരുമാനങ്ങളും എടുക്കുമ്പോൾ ഒരു ഫ്ലക്ച്വേഷൻ അതിനകത്ത് അനുഭവപ്പെടുന്നുണ്ട്.
തീർച്ചയായിട്ടും ഇതിനകത്തുള്ള ഒരു പേഴ്സന്റെ എനർജി എന്ന് പറയുമ്പോൾ ഒരു ചൈൽഡിഷ് ബിഹേവിയർ ആണ്. അതായത് എന്താ പറയാ, നമ്മൾ കുട്ടികളെ പോലെയുള്ള ഒരു എനർജിയാണ് ഈ വ്യക്തിയുടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവര് ചിലപ്പോൾ എന്താ പറയാ, ഭയങ്കര ഫണ്ണി ആയിട്ട് ലൈഫിന് എടുക്കുന്ന, അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളും പുതിയതായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ്. അവർക്ക് ലൈഫിനെ കുറിച്ചെന്ന് പറയുമ്പോൾ വളരെ എന്താ പറയുക, കെയർ ഫ്രീ ആറ്റിറ്റ്യൂഡുള്ള വ്യക്തികളാണ്. അല്ലാതെ പ്രത്യേകിച്ച് ഒരു പ്ലാനിങ്ങോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് പോകുന്നവരല്ല. അങ്ങനെ വലിയൊരു കൺസേൺ ഒന്നും ലൈഫിനെ കുറിച്ച് ഇല്ലാതെ ഗോയിങ് വിത്ത് ദ ഫ്ലോ എന്ന് പറഞ്ഞ പോലെ പോകുന്നവരാണ്. അവർക്കൊരു ഫ്രീഡം വേണം, ഹാപ്പിനെസ് വേണം, അവർ ഒരു കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കണം എപ്പോഴും, അല്ലെങ്കിൽ അവരാരെങ്കിലും ഒന്ന് പാമ്പർ ചെയ്തിരിക്കുക, ഇതൊക്കെയാണ് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ. അങ്ങനത്തെ ഉള്ള ഒരു പേഴ്സന്റെ എനർജിയാണ് ഇതിനകത്തുള്ളത്. വേണമെങ്കിൽ ഇവർ കുറച്ച് ഇന്നസെൻസ് ആയിട്ടുള്ള വ്യക്തികളാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അത് തന്നെയാണ് ഇവരുടെ ഒരു പ്രശ്നവും. കാരണം ഈ എന്താണ്, ശുദ്ധൻ ദുഷ്ടന്റെ ഫലം ചെയ്യുന്നൊക്കെ പറയുന്നത് പോലത്തെ ഒരു സ്വഭാവമുള്ള വ്യക്തികൾ, അങ്ങനെയുള്ളവരെയാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് സംഭവം എന്ന് വെച്ചാൽ, ഇവരുടെ ലൈഫിൽ രണ്ട് ടേണിംഗ് പോയിന്റ്സ് ഉണ്ട്, രണ്ട് വേ ഉണ്ട്. അതിൽ ഒരെണ്ണം നിങ്ങളും ഒരെണ്ണം അവരിപ്പോൾ ഉള്ളൊരു സിറ്റുവേഷനുമാണ്. അപ്പൊ ഇപ്പോഴും അവർക്ക് അതിനകത്തുനിന്ന് കൺഫ്യൂഷൻ മാറിയിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോഴും അവർ ഇതിലൊന്നും ഡിസിഷൻ എടുത്തിട്ടില്ല. ഈ ഒരു പേഴ്സന്റെ എനർജിയിലുള്ളവര്, അവർക്ക് അറിയാം നിങ്ങളാണ് ബെസ്റ്റ്, അല്ലെങ്കിൽ നിങ്ങളാണ് അവർക്ക് ചേരുന്നതെന്ന് അവർക്കറിയാം. പക്ഷെ അവർക്കൊരു തീരുമാനം എടുക്കാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ്. അവരൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പോലും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, പെട്ടെന്ന് തന്നെ അത് മാറും. ചിലപ്പോൾ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിലുള്ള സമയത്തും ഇവരുടെ ഒരു എനർജി എന്ന് പറയുമ്പോൾ ഇങ്ങനെ തന്നെയായിരിക്കും. കാരണം ഇവർ നിങ്ങൾക്കൊരു പ്രോമിസ് തന്നിട്ട് നിങ്ങളത് വിശ്വസിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം ഇവർ നിങ്ങളോട് അത് മാറ്റി പറയും. അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളൊരു രീതിയിൽ പോലും അവർ ചിലപ്പോൾ നോക്കുന്ന ആൾക്കാരായിരിക്കാം. അപ്പൊ അതുപോലത്തെ ഒരു സ്ഥായി ആയിട്ടുള്ളൊരു സ്വഭാവം ഉള്ളൊരു വ്യക്തികളല്ല ഇവിടെ കാണുന്നത്. അവർക്ക് നിങ്ങളോട് ഭയങ്കരമായിട്ടുള്ള ഇഷ്ടമുണ്ട്. പക്ഷെ നമ്മൾ പറയില്ലേ, അവനൊരു പൊട്ടന, അല്ലെങ്കിൽ അവളൊരു പൊട്ടിയാന്ന്, വലിയ കഥയില്ല എന്നൊക്കെ പറയുന്ന ആ ഒരു രീതിയിലുള്ള എനർജിയാണ്. അതുപോലെ തന്നെ നിങ്ങളിൽ നിന്നും ഈ ഒരു വ്യക്തിയെ അവർ തന്നെ ഇറങ്ങി പോയിട്ടുള്ളതുമല്ല. നിങ്ങളുടെ ഒരു ലൈഫിൽ നിന്ന് അവർ അങ്ങനെ തന്നെ ഇറങ്ങിപ്പോയതല്ല. കാരണം അവർക്ക് നിർബന്ധിതമായിട്ട് മറ്റൊരു വഴിയിലേക്ക് പോവേണ്ടുന്ന ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടായത് കൊണ്ട് മാത്രം അവർ പോയിട്ടുള്ളതാണ്. അങ്ങനെയുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കാണുന്നത്. അതായത് മറ്റെന്തിനോ അല്ലെങ്കിൽ എന്തിനെങ്കിലും വേണ്ടിയിട്ട് അവർ ഓട്ടോമാറ്റിക്കലി നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോയതുപോലത്തെ ഒരു എനർജി അല്ല. ഇവരാരോ നിർബന്ധിച്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് മാറ്റിയതാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും സാഹചര്യം കൊണ്ട് അവർ മാറിപ്പോയതാണ്. അവർക്ക് ആ സമയത്ത് അങ്ങനെ ചെയ്യാനേ നിവൃത്തിയുള്ളൂ. അതായിരുന്നു അവരുടെ സർക്കംസ്റ്റാൻസ്. അത് അങ്ങനെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ പൂർണ്ണമായിട്ടുള്ള ഒരു മനസ്സോടെ അല്ല അവർ നിങ്ങളെ ഉപേക്ഷിച്ച് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഇത്രയും കൺഫ്യൂഷൻസും, അവർക്ക് ഇത്രയും ആവലാതികൾ, എന്ത് ചെയ്യണം എന്ന് അവർക്ക് ഇപ്പോഴും ഒരു പിടിയില്ലാത്തതിന്റെ കാരണം അതാണ്. കാരണം അവർ മനസ്സുകൊണ്ട് നിങ്ങളെ ഉപേക്ഷിച്ച് ഈ റിലേഷൻഷിപ്പ് വേണ്ട എന്ന് വെച്ചിട്ട് പോയവരല്ല. അവരുടെ സാഹചര്യങ്ങളും അതുപോലെ മറ്റു ചില ആളുകളുടെയും പ്രേരണ കൊണ്ട് അവർ മറ്റൊരു വഴി തിരഞ്ഞെടുത്ത് അതിൽ പോയിരിക്കുകയാണ്. അപ്പോൾ ഇവരുടെ ഇപ്പോഴത്തെ ഒരു ഫീലിംഗ് എന്ന് പറയുമ്പോൾ, ഇവരെ കെയർ ചെയ്യാൻ, അല്ലെങ്കിൽ എന്താ പറയാ, ഇവര് കുറച്ച്, ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കരമായിട്ടൊരു പാമ്പറിങ് ഒക്കെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ്. അപ്പോൾ ഇവർക്കിപ്പോൾ അങ്ങനെയുള്ളൊരു ഇവരുടെ കാര്യം ശ്രദ്ധിക്കാൻ, അല്ലെങ്കിൽ ആ ഒരു കൺസേൺ കൊടുക്കാൻ പറ്റിയ ആരും, അല്ലെങ്കിൽ ഇവർ ആഗ്രഹിക്കുന്ന രീതിയിൽ കൊടുക്കാൻ പറ്റിയ ആരും അവരുടെ അടുത്തില്ല, അങ്ങനെ വേണമെങ്കിൽ പറയാം. ഇവരാഗ്രഹിക്കുന്ന ഒരു രീതിയിൽ ഇവരെ ശ്രദ്ധിക്കുകയും അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടി സമയം ചെലവഴിക്കുകയും ചെയ്യുന്ന ഒരു ആരുടെ സാന്നിധ്യം അവർക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ വളരെയധികം മൂടിയാണ്, കൺഫ്യൂഷനാണ്. അവർക്ക് അവിടെ ഒരു നിൽക്കുന്ന സ്ഥലത്ത് സമാധാനം ഇല്ല, അല്ലെങ്കിൽ ഒരു സന്തോഷമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അവർക്ക് നിങ്ങളിലേക്ക് ഓടി വരാനായിട്ട് തോന്നുന്നത്. അപ്പൊ അവരുടെ മനസ്സിൽ എന്ന് പറയുമ്പോൾ അവർ വിചാരിക്കുന്നുണ്ട് എപ്പോഴെങ്കിലും ഈ സിറ്റുവേഷൻ ചേഞ്ച് ആവും, വെയിറ്റിംഗ് ഫോർ ദ റൈറ്റ് ടൈം എന്നുള്ള രീതിയിൽ അങ്ങനെ അവർ സമാധാനിച്ചിരിക്കുകയാണ്. കാരണം ഇവർക്ക് ഇപ്പോൾ ഇവരുടെ റിലേഷൻഷിപ്പിലുള്ള ഇപ്പോൾ ഇവരുടെ കൂടെയുള്ള വ്യക്തികളെ വെറുപ്പിച്ചിട്ട് അവർക്ക് വരാനായിട്ട് കഴിയില്ല. അതിനുള്ളൊരു ധൈര്യം അവർക്കില്ല എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ അതിനവർക്ക് സാധിക്കുന്നില്ല. പക്ഷേ എപ്പോഴെങ്കിലും ഇതിനകത്ത് വന്നിരിക്കുന്ന ആ ഒരു വീൽ ഓഫ് ഫോർച്യൂൺ കാർഡ് പോലെ തന്നെ എപ്പോഴെങ്കിലും ഇതിനൊരു മാറ്റം ഉണ്ടാവും. ഇപ്പോൾ ഈ ഉള്ള ഒരു
ഡൗൺ ആയിട്ട് നിൽക്കുന്നത് എപ്പോഴെങ്കിലും അപ്പായി വരും എന്ന് അവർ പ്രതീക്ഷിക്കുന്നു. എന്നെങ്കിലും ഇതിനൊരു മാറ്റം വരും, അപ്പോൾ ഇത് ശരിയാവും എന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത്. ഇവർക്ക് ഇതിനെ വേണ്ടിയിട്ട് ഇനിഷ്യേറ്റീവ് എടുക്കണം എന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് ചാരിയറ്റ് കാർഡ് 2 ഡെക്കിൽ നിന്ന് വന്നിട്ടുണ്ട് ചാരിയറ്റ്. അപ്പോൾ ഇവർക്ക് തീർച്ചയായിട്ടും അത് മുൻപോട്ട് ഇറങ്ങണം എന്നുണ്ട്. പക്ഷെ അപ്പൊ തന്നെ നമുക്ക് ഇതിൽ കണ്ടില്ലേ, ലാസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് 7 ഓഫ് കപ്സ് ആണ്. ഉടനെ കൺഫ്യൂസ്ഡ് ആവുകയാണ്, എന്താ ചെയ്യേണ്ടത്. ആ കൺഫ്യൂഷൻ ഉള്ള ഒരു മൈൻഡിലേക്ക് ആള് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു സ്റ്റെബിലിറ്റി ഇല്ല, അതാണ് ഇവിടുത്തെ പ്രശ്നം. അതുപോലെ തന്നെ ഇവരിപ്പോൾ ഉള്ള സ്ഥലത്തുള്ള വ്യക്തികൾ, അല്ലെങ്കിൽ ഇവരിപ്പോൾ ആരാണോ നിങ്ങളിൽ നിന്ന് മാറ്റിക്കൊണ്ട് പോയത്, ആ വ്യക്തികളെ ഇവർക്ക് ഫിയറോ ആണ്, പേടിയുണ്ട്. അവരുടെ കാര്യം ആലോചിക്കുമ്പോൾ അവർക്ക് ടെൻഷനുണ്ട്, എന്ത് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങളിലേക്ക് വരുമ്പോൾ പിന്നെ അവരായിട്ടൊക്കെ അടി ഉണ്ടാവണം, അങ്ങനെ കുറെ കടമ്പകളൊക്കെ അവർക്ക് കടക്കണം. അപ്പൊ അതിനൊന്നുമുള്ള ഒരു ഗട്സ് ഇവർക്കില്ല, അതാണ് പറയേണ്ടത്. ഇതൊക്കെ നേരിട്ട് ഇതിൽ നിന്ന് സ്വമേധ ഇറങ്ങി വന്ന് ഞാൻ എൻ്റെ ആഗ്രഹം പോലെ ജീവിക്കും എന്ന് പറയാനുള്ള ഒരു കേപ്പബിലിറ്റി ഈ പേഴ്സൺ ഇപ്പം ഇല്ല. അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എല്ലാ ആഗ്രഹങ്ങളുണ്ട്, പക്ഷെ അത് ഉള്ളിൽ വെച്ചിട്ട് കാര്യമില്ലല്ലോ. അതിനുവേണ്ടി പ്രവർത്തിക്കണം. അതിനുവേണ്ടി പ്രവർത്തിക്കാനും ഇവർക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അപ്പോൾ ആരൊക്കെയോ വെറുപ്പിക്കേണ്ടി വരും, അതവർക്ക് പേടിയാണ്. ആ ഒരു സിറ്റുവേഷൻ അവർ പേടിക്കുന്നുണ്ട്, ആ വ്യക്തികളെ അവർക്ക് പേടിയാണ്. പക്ഷെ നിങ്ങളെ വെച്ച് നോക്കുമ്പോഴത്തേക്കും അവരുടെ മനസ്സ് മുഴുവൻ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് പോലെ ഏസ് ഓഫ് കപ്സ് ആണ്. ഫുൾ ഓഫ് ലവ്, ഇമോഷൻസ് ഒക്കെ ഉണ്ട്. നിങ്ങളോടാണ് അവർക്കുള്ള ഇമോഷൻസും ലവിങ്ങും ഒക്കെ ഉള്ളത് നിങ്ങളോടാണ്. പക്ഷേ അവർക്കതിനുള്ള ഒരു ധൈര്യമില്ല. നമ്മൾ എന്താ പറയാ, ഒരു ഹീറോ അല്ലെങ്കിൽ ഒരു ഹീറോയിനൊക്കെ ഇതിലൊക്കെ നമ്മൾ കാണില്ലേ, ചങ്കുറ്റത്തോടെ ഇറങ്ങി വരിക എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു എനർജി അവർക്കില്ല. അവർക്ക് അതിനുള്ള ഗഡ്സ് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് അവരുടെ ഒരു എനർജി. അപ്പോൾ ഇവർക്ക് പല കാര്യങ്ങളിലും ഇവർ പേടിച്ച് മാറി നിൽക്കുകയാണ്. അപ്പോൾ ഓൾറെഡി ഇവർക്ക് തേർഡ് പാർട്ടി അല്ലെങ്കിൽ ആരുടെ അടുത്താണോ അവരുള്ളത്, ഏത് സിറ്റുവേഷനിലാണോ ആണോ ഉള്ളത്, അവരിൽ നിന്നും മോശമായിട്ടുള്ള അനുഭവങ്ങൾ ഇവർക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇവർക്ക് ഇത്രയും ഭയം. അവരിൽ നിന്ന് വീണ്ടും അതുണ്ടാവുമോ, ഒരിക്കൽ കൂടി അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻസ് ഇനി ഉണ്ടാവാനായിട്ട് അവർക്ക് പേടിയാണ്. അങ്ങനെയുള്ളൊരു കാര്യങ്ങൾ അവർക്ക് കൊടുത്തതുപോലത്തെ ഒരു ട്രോമ ഇനിയും ഉണ്ടാവാനായിട്ട് ഇവർക്ക് പേടിയുള്ളത് കൊണ്ടാണ് ഇവർ ഈ ഒതുങ്ങിയിരിക്കുന്നത്. പക്ഷെ ഇവരുടെ മനസ്സിൽ ഇവരുടെ ഒരു ഫുൾഫിൽമെന്റ് അല്ലെങ്കിൽ ഇവരുടെ ഒരു 10 ഓഫ് കപ്സ് എന്നൊക്കെ പറയുന്നത് അത് നിങ്ങളാണ്, നിങ്ങളുടെ എനർജിയാണ്. അതുകൊണ്ട് തന്നെ അവരെപ്പോഴും ഓർക്കുന്നുണ്ട്. അവരുടെ മനസ്സിലും നിങ്ങൾ ആ ഒരു രീതിയിലാണ് അവർ കാണുന്നത്. നിങ്ങളാണ് അൾട്ടിമേറ്റ്. അല്ലെങ്കിൽ ചിലപ്പോൾ അവർ നിങ്ങളോട് തന്നെ നിങ്ങളുമായിട്ട് നല്ല താല്പര്യമുള്ള സമയത്ത് പറഞ്ഞിട്ടുണ്ടാവണം, ഇതുപോലെ അവരെ സ്നേഹിക്കാനായിട്ട് ആരുമില്ല, നിങ്ങളാണ് ദി ബെസ്റ്റ്, ഇനി ആരും ഇട്ട് ഉണ്ടാവുകയുമില്ല, അല്ലെങ്കിൽ അവർക്കും ഇത്രയും ആരെ സ്നേഹിക്കാൻ കഴിയില്ല ഇതുപോലെ എന്നൊക്കെ അവർ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവണം. അതൊക്കെ അവരിപ്പോൾ ഓർക്കുന്നുമുണ്ട്. പക്ഷെ ഇതാണ് അവരുടെ ഒരു സിറ്റുവേഷൻ. പക്ഷെ ഇവിടെ ഈ വ്യക്തികളെ പറ്റി പറയുമ്പോൾ നമുക്ക് അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് കടക്കാനുള്ള ഒരു കേപ്പബിലിറ്റി ഇവർക്കുണ്ട്. പക്ഷെ ഇവർ അത് യൂട്ടിലൈസ് ചെയ്യാത്തതാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കുറച്ച് ഇന്നസെൻസ് ആണ്, ചൈൽഡിഷ് ആണ്. അതുകൊണ്ട് ഇപ്പൊ ഇതിനകത്തുള്ള വ്യക്തികളുടെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഇതിൽ നിന്നൊക്കെ അങ്ങനെ ഊരിപ്പോരാൻ പറ്റിയ വക്രബുദ്ധിയൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെയൊന്നുമില്ല. അങ്ങനത്തെ ഒരു മൈൻഡുള്ള വ്യക്തികളല്ല ഇവര്. നേരെ വാ നേരെ പോന്നുള്ള ഒരാൾക്കാരാണ്. എന്നാൽ വേറെ ചില കാര്യങ്ങൾക്ക് ഇവർക്ക് ചിലപ്പോൾ ക്രൂക്കഡ് ആയിട്ടുള്ള ഒരു മൈൻഡ് ഉണ്ടാവും. ചിലപ്പോൾ നിങ്ങളോട് എന്തെങ്കിലും നുണയൊക്കെ പറയാനായിട്ടൊക്കെ ഇവർക്ക് നല്ല സാമർഥ്യം ഉണ്ടാവും. പക്ഷെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിന്നൊക്കെ പുറത്ത് കിടക്കാൻ മാത്രം ഒരു ബുദ്ധി സാമർഥ്യമോ അല്ലെങ്കിൽ കഴിവോ തൻ്റെ ഇടമോ ഒന്നും ഇവർക്കില്ല. അപ്പൊ അതാണ് നമുക്ക് ഇവിടെ ഇവരുടെ എനർജി ആയിട്ട് പറയാനായിട്ട് സാധിക്കുക. അത് മാത്രമല്ല, ഇവർക്ക് ഇപ്പോൾ ഉള്ള സ്ഥലവും മടുത്തിരിക്കുകയാണ്. ആ ഒരു സ്ഥലത്തു നിന്നും എങ്ങനെയെങ്കിലും അവിടെ നിന്ന് എസ്കേപ്പ് ആയിട്ട് പോകണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. അവർക്ക് മടുത്തു. അപ്പൊ ഇവിടെ കണ്ടില്ലേ, ഈ ഒരു സിറ്റുവേഷൻ അവര് ആകെ മടുത്ത് വല്ലാതിരിക്കുകയാണ്. പക്ഷേ അവിടെ തന്നെ പിടിച്ചു നിൽക്കേണ്ട ഒരു അവസ്ഥയുമാണ് അവർക്ക്. അതാണ് അവരെ ഇപ്പോൾ ആകെ കുഴയ്ക്കുന്നത്. അപ്പൊ നിങ്ങളുടെ പേഴ്സൺ ഇങ്ങനെയുള്ള ഒരു എനർജി ഉള്ള വ്യക്തിയാണോ എന്ന് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ അറിയാമല്ലോ. ഇപ്പോൾ എല്ലാവരുടെയും പേഴ്സൺ ഒരേ ടൈപ്പുള്ള വ്യക്തികളായിരിക്കില്ല. അപ്പോൾ ഇവിടെ ഞാൻ പ്രത്യേകം പറയാം, ഇവര് നിങ്ങളെ മനഃപൂർവ്വം ചീറ്റ് ചെയ്തിട്ട് പോയിട്ടുള്ള വ്യക്തികളല്ല. അവരുടെ സാഹചര്യം കൊണ്ട് ഇനി എന്തെങ്കിലും ഒരു ചീറ്റിംഗ് നിങ്ങളോട് കാണിച്ചിട്ടുണ്ടെങ്കിലും അത് അവരുടെ നിവൃത്തികേട് കൊണ്ടാണ്. അങ്ങനെയുള്ളൊരു വ്യക്തികളാണ് ഇവിടെ ഉള്ളത്. അല്ലാതെ ഭയങ്കര എന്താ പറയാ, പർപ്പസ് ആയിട്ട് കരുതിക്കൂട്ടി പ്ലാൻ ചെയ്ത് നിങ്ങളെ ചതിച്ചിട്ട് പോയിട്ടുള്ളവരൊന്നും അല്ല ഇതിനകത്തുള്ളത്. കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള കുറച്ച് ശുദ്ധഗതിക്കാരായിട്ടുള്ള വ്യക്തികളാണ്.
എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അവരിപ്പോൾ ഉള്ളത് ഇങ്ങനത്തെ ഒരു വല്ലാത്തൊരു മൈൻഡിലാണ്. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല എന്ന് പറഞ്ഞിട്ട് അവരാകെ കൺഫ്യൂഷനായിട്ട് നിൽക്കുകയാണ്. അവർക്കാണെങ്കിൽ അതിനുള്ള ഗഡ്സും ഇല്ല. അപ്പോൾ ഇതാണ് നമുക്ക് ഇവരുടെ ഒരു എനർജി ആയിട്ട് ഇതിനകത്തുനിന്ന് പറയാൻ പറ്റുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള വ്യക്തികൾ ഇപ്പൊ ചാരിയറ്റ് 2 വന്നിട്ടുണ്ട്. ഒരു ആക്ഷൻ കാർഡും ആണ്. പ്രത്യേകിച്ച് ഇതിൽ വരുമ്പോഴും ആക്ഷൻ മൂവ്മെന്റ് ഒക്കെ ഉണ്ട്. പക്ഷെ അപ്പൊ തന്നെ ഇവർ കൺഫ്യൂഷനും അടിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ലല്ലോ. ഈ മൈൻഡിന്റെ ഉടനെ തന്നെ അപ്പൊ തന്നെ മൈൻഡ് ഡൈവേർട്ട് ചെയ്ത് മാറിപ്പോവാണ്. അതുകൊണ്ട് നമുക്ക് ഉറപ്പിച്ച് പറയാനും പറ്റില്ല. പക്ഷെ ഇവരുടെ ഒരു കാര്യം ഉറപ്പാണ്, ഇവരുടെ മൈൻഡിൽ മൊത്തം നിങ്ങളാണ്, നിങ്ങളോടുള്ള സ്നേഹമാണ്. അതിനപ്പുറം ആരുമില്ല. പക്ഷെ നിൽക്കുന്ന സ്ഥലത്ത് അവർക്ക് അതൊന്നും കാണിക്കാനോട്ട് പറ്റിയുമില്ല. ആ ഒരു എനർജിയാണ് ഈ വ്യക്തികളിൽ കാണുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ ക്ലൂസ് എടുത്ത് നോക്കാം, കുറച്ചും കൂടി റെസനേറ്റ് ആവുമല്ലോ എന്ന് നോക്കാമല്ലോ. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഒന്നും കൂടി കറണ്ട് എനർജി നോക്കാം. ഈ ഒരു എനർജി ആണോ വരുന്നത്, അല്ലെങ്കിൽ ഇതിനകത്ത് നിന്ന് എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം. അപ്പൊ നമുക്ക് ക്ലൂസ് എടുത്ത് നോക്കാം. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്നത് the number 24, the letter H, E, Y, April, October, U, K, month February, June, '21, 30, the letter T, 18, letter P, number 6, November, July, December, 28, letter N, and the letter the letter X. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ക്ലൂസ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സന്റെ ഒരു എനർജി, അല്ലെങ്കിൽ അവരുടെ ഒരു ക്യാരക്ടർ നിങ്ങൾക്ക് അറിയാമല്ലോ, അല്ലെങ്കിൽ നിങ്ങളെ വിട്ടു പോകാനുണ്ടായ സാഹചര്യം, പിന്നെ ഈ ഒരു ക്ലൂസ് ഒക്കെ വെച്ചിട്ട് നിങ്ങളുടെ പേഴ്സന്റെ എനർജിയുമായിട്ട് റെസണേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ അങ്ങനെയുള്ളവര് നിങ്ങളുടെ പേഴ്സണ് ഇപ്പോഴും അവരുടെ മനസ്സിൽ മുഴുവൻ നിങ്ങളോടുള്ള ഇഷ്ടവും സ്നേഹവും ആ ഒരു എന്താ പറയാ ഇമോഷൻസ് ഒക്കെ നിങ്ങളോട് തന്നെയാണെന്നുള്ളത് മനസ്സിലാക്കുക. പക്ഷെ അവര് നിങ്ങളിലേക്ക് വരാനായിട്ട് ഒരു കേപ്പബിലിറ്റി അവർക്ക് ആയിട്ടില്ല, അത് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങളുമായിട്ട് റെസണേറ്റ് ചെയ്യുന്ന റീഡിംഗ് ആണെങ്കിൽ തീർച്ചയായിട്ടും കമൻസിൽ എന്നെ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുള്ള ടോപ്പിക്കുകൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സജസ്റ്റ് ചെയ്യാം. അതിൽ കൂടുതൽ ആളുകൾ സജസ്റ്റ് ചെയ്യുന്ന ടോപ്പിക്കുകൾ നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തേർഡ് പാർട്ടി റിമൂവൽ ടെക്നിക്ക് ഞാൻ ഉടനെ ഈ ഒരു വീക്കിൽ തന്നെ എന്തായാലും ഇട്ടേക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കുക. അപ്പോൾ ഓക്കെ, ബൈ.